டேய் பீட்டர் டேய் நான் பாத்துட்டேன்டா இங்க வா அங்க എല്ലാം പെട്ട് വാസന എല്ലാം തെറിഞ്ചു പോച്ച് കുറച്ച് ആയുധങ്ങൾ നമുക്ക് വേണം പീറ്ററെ ഇവിടത്തെ ഡീലറിനെ നോക്ക് ആരെന്ന് എടാ നാളെ ഗണ്ണൊക്കെ സെറ്റ് തന്നെ എന്റെ പിള്ളേരാടാ സാർ ഇത് നല്ല ശുദ്ധമായ നമ്മളെ നാടൻ എണ്ണ നമ്മള് തെങ്ങി കയറി പറിച്ച് ഇട്ട തേങ്ങയില് അരച്ച് ആട്ടിയ എണ്ണയിൽ ഉണ്ടാക്കിയ സാർ ഇത് കഴിച്ചു നോക്കിയാ സാർ പ്ലീസ് സാർ വെയിറ്റ് സാർ 1 സെക്കൻഡ് ഞാൻ സാർ ഇത് ഇഷ്ടപ്പെടും കൺഫേം 1 സെക്കൻഡ് സാർ இந்த உளுந்து வடை சார் ഒന്ന് കഴിച്ച് പാரு സാർ அதுதான் நான் சொன்னேன் സാർ അത് കഴിച്ചപ്പോ നമ്മ ഒരു 100 വട ഇടുമ്പോ ഒരു വട ചിലപ്പോ എന്തേലും പറ്റും സാർ അത് നമുക്ക് ആയിപ്പോ നമുക്ക് മിസ്റ്റേക്ക് പറ്റും ഇവിടുത്തെ വട നല്ല വീർക്കണ്ണേ സാർ ഞാൻ കസ്റ്റമറിനെ സംസാരിച്ചോട്ടെ സാർ ഓക്കെ അപ്പൊ സാർ അന്ത വട தான் സാർ കഴിച്ചതെന്ന് തോന്നുന്നത് സോ അതിന്റെ കാശ് പേ பண்ணണ്ട ഞങ്ങൾ റീഫണ്ട് ചെയ്യാം ഒരു ലക്ഷം അല്ല സാർ ഒരു വടക്ക് വരുന്നത് നമുക്ക് 350 തിരിച്ചു തരാം സാർ ഒരു സെക്കൻഡ് അല്ല സാർ എനിക്ക് വയറ് വലിக்கிற மாதிரி இருக்கு ഓക്കേ സാർ ഞാൻ റൗണ്ട് பண்ணி ഒരു 1000 തരാം സാർ സാർ ഇല്ല ഇതിലല്ലെങ്കിൽ ഓക്കേ സാർ നന്ദിയുണ്ട് ഹലോ ഹലോ നമ്മൾ ഇറങ്ങണോ നിക്കണോ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ എനിക്ക് ഇവനെ വലിയ ഇഷ്ടപ്പെട്ടില്ല അവന് നമ്മുടെ വട ഇഷ്ടപ്പെട്ടില്ല അവനൊക്കെ കൊടുത്താലാ വട നമുക്ക് അവൻ ആ മഞ്ഞ ഡ്രസ് ഇട്ടവന് അവന് മാത്രം അങ്ങോട്ട് ഇറങ്ങണില്ല വട വരുന്നുണ്ട് ചന്ദ്ര വള്ളിയാട്ടോ അവൻ ആ മഞ്ഞ ഡ്രസ് ഇട്ടവൻ ഇവിടെ എല്ലാരിക്കും വട ഇറങ്ങി അവന് മാത്രം ഇറങ്ങുന്നില്ല എന്ത് ഇറങ്ങാത്തവന്റെ അടിച്ചൊക്കെ കേറ്റി വെച്ച് കൊടുക്കട്ടെ ഓ നൈസായിട്ട് മുക്കിയാണ് നമ്മളെ ആരോഗ്യം നോക്കണല്ലോ തിരിച്ചു പോകുമ്പോണ്ടല്ലോ തിരിച്ചു പോകുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് പോണ്ടേ മുട്ടയൊന്നും എടുത്തില്ലേ മുട്ട കത്തില്ല പഴംപൊരി ഒരു പഴം കേട്ടാ പഴം പിന്നെ വീട്ടിൽ പോയി ചുട്ടിനെ കുറച്ച് പോർക്ക് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നിമിഷം പാളിപ്പോയി ഞാൻ ഒരു ആപ്പിള് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു ചിക്കനാണ് പച്ച ചിക്കൻ അവര് നിക്കുമ്പോ ഇങ്ങനെ കഴിക്കല്ലേ ഇതെങ്ങനെ കഴിക്കും ഞാൻ അവര് നിക്കുമ്പോ ഒന്നും കഴിക്കല്ലേ പെട്ടെന്നേ കണ്ടില്ലേ വട ഇറങ്ങാത്തവൻ വരുന്നതേ അവിടെ നിൽക്കുന്നവൻ അവൻ ഇനി ഒരു വട്ടം കൂടി വട ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അവന്റെ അണ്ണാകിലേക്ക് അടിച്ചാൽ പറഞ്ഞോളെ ചവിട്ടിയെടുത്ത് വെള്ളത്തിലെ അറിയില്ലല്ലോ എന്നെ സിഗരറ്റ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ ഒരു സിഗരറ്റ് അത് നിർബന്ധ അല്ലേ കടയുടെ ബാക്കിൽ ഒരു ഇതുണ്ട് ഒരു സ്പോട്ട് ഉണ്ട് കടയുടെ വേറെ ബാക്കിൽ അങ്ങോട്ടാണ് വരുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം വലിച്ചോണ്ട് വരുന്നുണ്ട് നേരെ ഇവന്റെ 1000 രൂപ വാങ്ങിച്ച നായിന്റെ മോനാണ് ഇവിടെ നേരെ വെള്ളത്തിലോട്ടെ എന്നിട്ട് ഞാൻ ചുരുട്ട കളിക്കാട്ടോ കളി എന്താ ലൈറ്റ്സ് ആണോ അത് ഏതാ ലൈറ്റ്സ് ചുരുട്ടിലേക്ക് മാറിയേ ചാകും പെട്ടെന്ന് മരിക്കാനേ മടുത്ത് നീ എങ്ങനെ വന്നാ പീറ്റർ ഡേയ് പാത്തിട്ടാ ഇങ്ങ വാ നിനക്ക് വട ഇഷ്ടപ്പെട്ടില്ലടാ നിനക്ക് പുറക്കി നായിന്റെ മോനെ കാട്ടിൽ കഴിവേറി പരാതി
നിനക്ക് ഇഷ്ടപ്പെടില്ലടാ നിനക്ക് വാടാനൊക്കെ വാട ഇഷ്ടപ്പെട്ടില്ലേ செத்துருவா നീ നമ്മളെ അങ്ങാട് നിനക്ക് വാടാനൊക്കെ ഇഷ്ടപ്പെടില്ലടാ എത്ര ഈ- പന്ന കഴിവേറി அந்த ஊர்ல ഇവ தான் അന്ന് என்னால இருக்க ഇവൻ முடியல. അന്ന് അവിടെ ഇട്ടോണ്ട് പോയതല്ലേ എന്താ ഊറില് നീ എന്നെ മയിർക്ക് ഇങ്ങ വന്ന എന്നെ നീ കാരണം നീ കൊറേ ഉണ്ടാക്കി നീ എന്നെ நான் எதுவுமே செய்யல நான் நீ இங்க எதுக்கு வந்த இங்க எதுக்கு வந்த சந்திரா நீங்க வந்திருக்கேன்னு எனக்கு ஒரு விஷயம் தகவல் வந்தது அந்த விஷயத்துல தான் நான் வந்து இந்த ஊர்ல தான் நானும் வசிக்கிறேன் இந்த ஊர் சிவிலியன் தான் நானும் பார்த்தா தெரியலையா ஜியான்ல தான் എടേ இருக்கேன் അന്ന് വാസുകൊണ്ടൊക്കെ പിടിച്ച് നിന്നെ പെരുമാറൊക്കെ ഉണ്ട് പിന്നെ നിന്നെ കണ്ടില്ലല്ലോടാ കൊറേ നാള് இங்க இரு அங்க வர வேண்டாம் அங்க வந்தா பிரச்சனை தான் கேட்டா அங்க வந்தா நின்ன கொண்டு സത്യം அங்க எல்லாம் பெட்டு வாசனை எல்லாம் தெரிஞ்சு போச்சு இப்ப நின்ன தப்பி நடக்கிற எல்லாத்தையும் சொல்லிட்டியா எல்லாத்தையும் சொல்லிட்டேன் மொத்தமா சொல்லிட்டேன் சூப்பர் சூப்பர் அப்ப நீயே சரண்டர் ஆயிட்டியா ഞാന് വാസവനം கிட்ட சொன்னேன் நான் இந்த மாதிரி செஞ்சேன் எனக்கு எனக்கு മനസ്സിലായത് இப்போ ஓ அப்ப நான் வில்லன் ஆயிட்டேன் அதானே நீ வில்லன் டேய் நான் இங்க என்ன பண்றேன்னு யாருக்கும் தெரியாது ஓகே ചന്ദ്ര ചന്ദ്ര സാർ ഇതാണ് ഇത് നീ അമര ബ്ലാക്ക് മാഫിയിലെ പയ്യന്മാരെ വിളിച്ചേ ബ്ലാക്ക് മാഫിൽ ഇപ്പൊ ടീം ഹായ് നീകൻ നമുക്ക് തോക്കൊന്നുമില്ല കേട്ടോ അപ്പൊ നിങ്ങൾ വേണം നമുക്ക് തോന്നിക്കാൻ ഡേയ് എല്ലാരും ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾ എന്താ പരിപാടി നമ്മളെ തലവൻ ഇവിടെ എത്തി എന്നറിഞ്ഞു ഇപ്പൊ നമുക്ക് വരാതിരിക്കാൻ പറ്റൂല എടാ നീയല്ലോ എന്നെ കൊന്നിട്ട് പോയടാ നല്ല നീക്ക വെറുതെ ഇരി എടാ ഇവിടെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് നാൾ ഇവിടെ ഒന്ന് പീസായിട്ട് മനസ്സിലായില്ലേ ആരും അറിയാതെ നൈസായിട്ടൊരു കുറച്ച് ദിവസം ഒന്ന് ജീവിക്കാൻ വേണ്ടി വന്നേ നൈസായിട്ട് പീസായിട്ട് കൊറേ പ്രശ്നങ്ങള് അപ്രസത്തിൽ കൊറേ പ്രശ്നങ്ങളായിരുന്നു കുറച്ച് പോലീസിന്റെ പ്രശ്നങ്ങളും അറിഞ്ഞായിരുന്നാണല്ലോ കുറച്ച് മിസ്റ്റർ എക്സ് ആയിട്ട് കുറച്ച് പ്രശ്നം പോലീസായിട്ട് കുറച്ച് പ്രശ്നം കുറച്ച് സംഘർഷത്തിലായതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഒന്ന് താമസിച്ച് ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഒന്ന് ചില്ലാവെന്ന് വിചാരിച്ച് അപ്പൊ ഇവിടെ ഞാൻ എന്റെ പ്രൊഫൈൽ എപ്പോഴും അവിടത്തെ ജോലിക്കാരൻ എന്നുള്ള രീതിയിലായിരിക്കും ഓക്കെ ഞാൻ അവിടെ ജോലി ചെയ്യണ ഒരാള് ആ രീതിയിൽ അപ്പൊ നിങ്ങൾ ആ രീതിയിൽ മാത്രമേ എന്നെ ആൾക്കാരെ കാണുമ്പോ ട്രീറ്റ് ചെയ്യാവുള്ളൂ ഓക്കെ ജോലിയുടെ ആളായിട്ട് അവിടെ വന്നിട്ട് അണ്ണാ മറ്റേ മറിച്ചൊന്നും വിളിക്കണ്ടേ അതല്ല ഞാൻ പറഞ്ഞു അണ്ണാന്ന് വിളിക്കണം ആ നേരെ വന്ന് ഡയറക്റ്റ് സംസാരിച്ചാൽ മതി എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചിട്ട് സംസാരിച്ചാൽ ചേട്ടാ പിന്നെ നമ്മുടെ മുതലല്ലിയാണ് അത് കൈവക്കല്ല ആളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഇനി എന്നാ മടക്കാൻ തീരുമാനിച്ചിട്ടില്ല കുറച്ചാള് നമ്മളോട് ഉണ്ടാവും കുറച്ചാളുണ്ടോ പിന്നെ യവൻ കൂടെ ഉള്ളതുകൊണ്ട് യവൻ ഉള്ളതുകൊണ്ടേ ചിലപ്പോ പെട്ടെന്ന് പോകാനുള്ള ചാൻസ് കൂടുതലാ മനസ്സിലായ നമ്മള് കുറച്ചാളുണ്ടാവും ഇവിടെ പിന്നെണ്ടല്ല വേറെ കാര്യം പറയാം ഇവിടെ നല്ല രീതിയിൽ കൊറേ പ്രശ്നങ്ങൾ വലിച്ചു വെച്ചിട്ടാണ് നമ്മൾ പോയത് ഇവിടെ ഈ മനസ്സിലായില്ലേ ഇവിടെ പോയത് അപ്പൊ മുട്ടാൻ ആൾക്കാരൊക്കെ വരും ചിലപ്പോ കുറച്ച് ആയുധങ്ങൾ നമുക്ക് വേണം എവിടെന്നേലൊക്കെ നൈസായിട്ട് കണ്ടു പറഞ്ഞു പീറ്ററേ ഇവിടത്തെ ഡീലറിനെ നോക്ക് ആരെന്ന് കുറച്ച് സാധനം എടുത്ത് പോയി പൊട്ടിക്കണം പീറ്ററെ നിന്റെ നാടല്ലേ നിനക്കറിയില്ല ഇപ്പൊ ഇവിടെ പീറ്റർ ചെയ് പിന്നെ എന്താ കായപ്പറിക്ക സൈഡിലോട്ടൊന്നും പോണ്ട ആ സൈഡ് ഇത്ര പോരാ ഉള്ളത് കൊള്ളൂല அந்த சைடு வந்து போண்டா അവിടെ ஒன்றும் இருக்குல்ல அங்கேயும் பிரச்சனை இருக்கு ரொம்ப பிரச்சனை இருக்கு அது தெரியாது எனக்கு தெரியாது அப்போ அந்த சைடு போக வேண்டாம் இந்த சிட்டிக்குள்ள டீலர் நமக்கு கிடைக்கும் ஓகே தேடிப்பாரு ஓகே ഓക്കെ അപ്പൊ ഞാൻ സിറ്റിന്ന് പോയിട്ട് വരാം നമുക്ക് നാളെ കാണാം നമ്മളെ നമ്മളിവിടെ കാണും ആ ഓക്കെ അത്രേ ഉള്ളൂ ലവ് യു ബോയ്സ് നമ്മള് വന്നത് ആരോടും പറയണ്ട കേട്ടോ അറിഞ്ഞാ മതി അറിഞ്ഞ നാളെ കട കത്തിക്കും ഇല്ല ഞാൻ ഇച്ചിരി ലോ പ്രൊഫൈലാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പോണേ പച്ചമുടി ചിലപ്പോ നമ്മള് ഈ ലുക്കൊന്നും ചിലപ്പോ മാറ്റി ചാൻസ് നമ്മുടെ പിള്ളേർ എത്ര വന്നറാ നമ്മളെ കുറച്ച് ഇനി വരാണ്ട് ഫ്ലൈറ്റ് കയറി വരുന്നുണ്ട് പിന്നല്ലേ വരട്ടെ എല്ലാരും വരട്ടെ ഇവിടെ നമുക്കൊരു ക്ലബും ഒരു ഫാമിലി ഒക്കെ തുടങ്ങാം ലീഡർ ഞാൻ ഇറങ്ങട്ടെ ചന്ദ്രൻ ഓക്കെ കോൾ ലീഡർ എനിക്ക് തന്നെ എടാ അപ്പൊ ഞാൻ പോയിട്ട് നടക്കട്ടെ എന്തായാലും സന്തോഷം വന്നേല്
സന്തോഷോ നമ്മളെന്തായാലും വരാതിരിക്കും ചന്ദ്ര. എടാ നാളെ ഗണ്ണൊക്കെ സെറ്റൊക്കെ തന്നെ ഓഹോ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക്. ആ അതെ ബാക്കി നോക്ക് അടുത്ത കുറച്ച് രണ്ടുപേര് വരുന്നുണ്ട്. മന്ദാരോ ഇത് ഡേവിഡാണോ? സൗണ്ട് ആയിട്ട് കുറച്ചായാലോ ഡേവിഡേ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖങ്ങളൊക്കെ തന്നെ. ഏയ് ഡേടാ, ഇതല്ലാട്ടാ ദേടികരല്ലേ. എടാ നമ്മുടെ അപ്പുറത്തെ സിറ്റിയിലെ നമ്മുടെ അതായത് എക്സാൻഡസില് നമ്മുടെ സിറ്റിയിൽ പോയിട്ടൊന്നും പറയണ്ട ഇവിടെ ഉള്ളവരൊന്നും. അപ്പൊ കാണാം എന്തായാലും. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ കാലൊക്കെ അങ്ങനെ നോക്ക്. കുറച്ചു നേരം ഇറങ്ങി. ശരി എന്നാ നീ വാടാ. എനിക്ക് കാറ് വാങ്ങിക്കണം, ബൈക്ക് വാങ്ങിക്കണം, നിനക്ക് ഒരു വീട് വേണം. ഒരു വെള്ളം GTR അല്ലേ ഇത്? പിന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ. അത് പൊളി പൊളി. ബ്ലാക്ക് മാഫിയ എങ്ങനെ തുടങ്ങിയതാണല്ലേ? വ്യാപിച്ച് നമ്മള് വേറെ സിറ്റി വരെ എത്തി. ഫോട്ടോ എടുത്തിട്ട് പോയാലാണ് നമുക്ക്. ഫോട്ടോ എടുക്കാം പോയെന്നുണ്ടേ. എടാ നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പോയല്ലോ. വാടാ നമുക്ക് ഇവിടെ നില്ല് ഫ്രണ്ടിൽ പോലെ വെള്ളത്തിൽ നീകരായിരിക്കും ആദ്യം പോണ. ഫോട്ടോ എടുക്കുന്നതിന് ഫണ്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എടുക്കാൻ തലയുടെ മുളെന്തൊക്കെ വന്ന് കാറിന്റെ ഇവിടെ നിന്നല്ല. ഞാൻ ഷോർട്ട് കട്ട് പിടിച്ചല്ലേ. ഇവിടെ ഇതൊക്കെ ഓഫ് ചെയ്യാൻ പറ്റും. ഹുഡ് പറ്റും. ഇതെങ്ങനെ അവിടെ ടീസ്ലാഷ് എന്താ ബാലൻസ് ചെയ്തിക്കോടാ എന്റെ സൈഡില്. അവിടെ എന്താ അലക്സാണ്ടറെ അണ്ണന് കൊടുക്കണോ? ബാക്കിൽ എന്തോന്നാ നീക എന്തോട്ടുണ്ട് നീകന്റെ ബാക്കില്. സെക്കൻഡ് മെനു ആണോ? തൊപ്പി അവിടെ ഇല്ലടാ. ഇവിടെ മറ്റേ ക്യാമറ പോലെ എടുത്താ നല്ല ഫോട്ടോ. എന്റെ മറ്റേ ഇത് കിട്ടത്തില്ല അതല്ലേ ഞാൻ നോക്കട്ടെ. ക്യാമറ കൂടെ ഉണ്ടോ അവിടെ? ഏതാ പോസ് ഇരട്ടെ. പോസിറ്റാ ക്യാമറ കൂടെ ഉണ്ടോ? ക്യാമറ ഇവിടെ ഉണ്ട്. ഇതെന്താ ലവി ഒന്ന് മാറ്റിയേ. എന്റെ മോത്താടെ തെണ്ടി വെച്ചേക്കണ. ഓ ഫ്രെയിം ഈസ് ടു ഗുഡ് ബ്രോ. എല്ലാം സേവ് ചെയ്യട്ടെ. അയ്യോ എടുത്താ ഹലോ ഗൈസ്. നോക്കട്ടെ നിങ്ങൾ എത്ര ഉണ്ടെന്ന്. നിന്നേ നിങ്ങളെല്ലാരും 3 5 6 7 ഇനിയും വരാനുണ്ട്. എക്സാം 12 പേരാ. ചന്ദ്ര വിച്ച് ഗ്യാങ് എന്നാ? ഇത് ഗ്യാങ് അല്ല, ഇതെന്റെ ബ്ലാക്ക് മാഫിയ. മനസ്സിലായ? തള്ളല്ലേ അബൂഗേ. ചന്ദ്ര പറ എക്സാം ഉള്ളവരുണ്ട്. അതാ ആ മനസ്സിലായി. വന്നില്ല. വാ. സത്യം ഞങ്ങളുടെ ഫ്രണ്ടില് ശശി 1 കിലോമീറ്റർ പോയിക്കണ. അത് എങ്ങോട്ട് വാ.
ഹലോ മുതലാളി, ഇവിടെ പിള്ളേര് ചില്ല് ചെയ്യാൻ വന്ന പിള്ളേരാ, ഇവിടത്തെ ട്രിപ്പ് പോകുന്ന പിള്ളേരാ. ജസ്റ്റ് അവരെ കൂടെ കമ്പനി കൊടുത്തേ, നമ്മുടെ ബർഗർ ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. നല്ല വെയിറ്റർ ആണ്, നല്ല പണിക്കാരാ. അപ്പൊ അവര് നമ്മളൊക്കെ കംഫർട്ടബിൾ ഒക്കെ ചെയ്തു. അപ്പൊ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹം തോന്നിയതാ. മുതലാളി ഞാൻ ഫോട്ടോ എടുത്തിട്ടോ മുതലാളി. ഓക്കെ ഓക്കെ. ശശി പിടിച്ചാണ് മുതലാളിക്ക് മനസ്സിലായിരുന്നു. ക്രോസാംസാണ് സേഫ്. അതിട്ട് വെറുതെ എന്തിനാ ഈ risk എടുക്കുന്നത്? നമ്മൾ ഇതൊക്കെ ഇട്ടാ മതി. ഇത് ഇനി ആണെങ്കിൽ ഞാൻ എടുക്കൂലേ ആരായാലും. ഞാൻ എടുക്കാൻ പറ്റേ ഞാൻ എന്റെ ഇട്ടോട്ടെ. ഓക്കെ. ഫ്രെയിം ഇല്ലേ? നോക്കി ഈ ഫ്രെയിം എങ്ങനെ ഉണ്ടെന്ന്. ഫ്രെയിം ഓക്കെ സെറ്റ് എടുത്താടാ. ഒറ്റ സെക്കൻഡ് ഇപ്പൊ എടുക്കാം. എടുത്തു. ഓക്കെ. ഒരു ഇത് ഇവിടെ ചരിവുള്ളോണ്ട് ഒരു ഇതില്ല. എടുത്താ ആ എടുത്തു. വെയിറ്റ് ഒറ്റ സെക്കൻഡ് വെയിറ്റ്. ഞാൻ എല്ലാം കൂടെ എടുക്കാം. ഒറ്റ മിനിറ്റ്. അയ്യോ ആ എടുത്താ സെറ്റല്ലേ? സെറ്റ്. ആ എന്താ നമുക്ക് നമ്മളിവിടെ ഒരു ചന്ദ്രൻ ഉള്ള നിക്കണ വരെ നമ്മളൊരു ബാക്കപ്പ് സെറ്റ് ചെയ്ത് തരാം. സെറ്റാക്കാം. അതെ നമ്മൾ സെറ്റ് ചെയ്ത് തരാം. മനസ്സിലായി. ഓക്കെ. ഐഡിയ എന്ന് പറയോ? അത് നമുക്ക് കുറച്ച് പരിചയമൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ വേണ്ട. നമുക്കിവിടെ എനിക്ക് മനസ്സിലായി. എനിക്ക് കുറച്ച് പീസായിട്ട് ഇവിടെ കുറച്ചാൾ കഴിഞ്ഞാൽ മതി. അല്ലാണ്ട് നമുക്ക് ഇവിടെ നമ്മളെ അത്രയ്ക്ക് ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. ആ ഒരു ഇത് മതി. നമുക്കിവിടെ പീസായിട്ട് ഹാപ്പി ആയിട്ട് പോയാൽ മതി. ആ ഒരു ഇതേ ഉള്ളൂ. സമാധാനം, ശാന്തി, സമാധാനം. നമ്മള് എപ്പോഴും നമ്മള് രാജകീയ ആ ഒരു ഇത് വേണ്ട. നമുക്ക് കുറച്ച് നമ്മള് നോർമൽ ദൈവം നമ്മുടെ കൂടെ ഇറങ്ങി. അയ്യോ പോളെ. അപ്പൊ ശരി നടക്കട്ടെ. ഐഡിയ എന്ന് പറയോ? ഞാൻ പറഞ്ഞ സാധനം നീളുള്ളത് ചന്ദ്രൻ പറഞ്ഞു. ചന്ദ്രൻ വേണ്ടെന്ന് വേണം. എനിക്ക് വേണം. എന്നെ വന്നപ്പോ തന്നെ 2-3 അടിച്ചു കൊന്നു. അതൊക്കെ നമ്മള് സെറ്റ് ആക്കിയണ്ട. സാധനം ഇത് മതി. ഇതൊക്കെ അതെ അത് നമ്മൾ AR കൊണ്ടുവരാൻ തരാം. അപ്പൊ നിങ്ങൾ സംസാരിച്ചിരിക്കും. നമുക്ക് സംസാരിച്ചിരിക്കേ മുതലാളി. ഞാൻ പോട്ടെ മുതലാളി. നാളെ നമ്മുടെ കടയുണ്ടല്ലോ തകർക്കും. നമ്മള് നാളെ ഉണ്ടല്ലോ, നാളെ പിള്ളേര് ഇവരെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞേ നാളെ ഒരു വലിയ ഗ്യാങ് ആയിരിക്കും ഇവിടെ കഴിക്കാൻ പറഞ്ഞേ. ഓക്കെ മുതലാളി. അപ്പൊ നാളെ ഞാൻ പൊറോട്ട അടിക്കാൻ നേരെ രാവിലെ 5 മണിക്ക് എത്തും. രാവിലെ കുളിച്ചൊരുങ്ങി. ഓക്കെ മുതലാളി. ഞാൻ പോന്റെ എടുത്തിട്ടാ. മുതലാളി ഗ്രൗണ്ട് അടിക്കും. നിമിഷം നിക്കലല്ലോ നമ്മളിവിടെ. ചന്ദ്ര എന്താ നീ ഇടുന്നേ? ഇതെങ്ങനെയുണ്ട്? അത് ഇടല്ലേ, നിർത്താ. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യണ്. അല്ലെ സ്ക്രീൻ ഫുള്ള് വരുന്നുണ്ടാ? ആണോ? ചുമ്മാ ഇരിയടാ. അത് ഇടല്ലേ. അത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയടാ അത് കാണാൻ. ഒരു ഇതില്ല. ഭയങ്കര രസമാണ് ഈ വണ്ടി ഓടിക്കാൻ. അല്ലേ ഇതിന്റെ അതിന്റെ ആ സസ്പെൻഷനൊക്കെ ബ്രേക്ക് ഓടിക്കപ്പോഴേ മൂവിന്ന് ഭയങ്കര ഒറിജിനാലിറ്റിയാ.
സജിയടേ സജിയല്ല സജിയല്ല പെട്ടെന്ന് സജി ഓർമ്മ വന്നു. സജിയൊക്കെ വിളഞ്ഞ സ്ഥലമല്ലേ? പിന്നല്ലാണ്ട് ബ്ലാക്ക് മാഫിയ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ ഇവിടെ എന്തോരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാ. പട്ടി പണിയെടുത്തത് ഇവിടെ. നമ്മുടെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ആ ഒരു ചിന്താഗതി മാറിയൊരു സിറ്റിയാണിത്. കുറെ മെമ്മറീസ് ഉള്ള സിറ്റിയാണ്. കുറെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ഒക്കെ നമ്മുടെ മുകളിലൊരു ഹയറാർക്കി എന്ന ഒരു ഇതാണ്. അങ്ങനെ കുറെ കാര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. നമ്മുടെ എല്ലാ ആ ഒരു കാര്യങ്ങളും സാധനം. നല്ല ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നല്ലത് മാത്രം ചിന്തിച്ചതാണ്. പിന്നല്ല ഹൈറാർക്കിയുടെ മേളില് ഒരു ഹൈറാർക്കി വന്നാൽ നീയം വന്നപ്പോഴാ അല്ലേ? എന്താ പോ- ഒരു ഫോട്ടോ ഒക്കെ കാച്ചിരിയാണ് മറന്നുപോയാ? ഓ അതെ 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 ആരും എടുത്തിട്ടില്ല. ആ അതെ 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 അതെ. ആ, പിന്നെ ഈ സിറ്റിയിലായിരുന്നപ്പോഴാണ് നീ നമ്മുടെ ടി വിക്ക് അറിയാൻ അല്ല അല്ല മുന്നത്തെ സിറ്റി ആണെന്ന് തോന്നുന്നു.